പാനൂരിൽ നിന്ന് 2 മൈനർ കുട്ടികൾ വീട് വിട്ടിറങ്ങി. പേരൻസും പോലീസും ആകെ അങ്കലാപ്പിലായി. കുട്ടികൾ രണ്ടുപേരും എങ്ങോട്ട് പോയെന്നറിയില്ല. എന്തായാലും പോലീസ് അത് ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. കുട്ടികളെ നേത്രാവതി എക്സ്പ്രസ്സിൽ ബോംബെക്ക് യാത്ര ചെയ്തു എന്ന് പോലീസ് മനസ്സിലാക്കി. അത് ട്രാക്ക് ചെയ്തു. ബോംബെയിലെ മലയാളി അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടു. അതോടൊപ്പം മഞ്ചേരിയിലെ തുണിക്കടയിൽ നിൽക്കുന്ന ഒരു റഹീം, അയാളും ഈ കുട്ടികളുടെ ഒപ്പം ഉണ്ട്. അയാളൊരു കള്ളം പോലീസിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ വെച്ച് കുട്ടികളെ പരിചയപ്പെട്ടതെന്ന്. അയാൾ മഞ്ചേരിയിലെ ഒരു തുണിക്കടയിലെ തുണികൾ വിൽക്കുന്ന ആ കടയിലെ ചില സന്ദർഭത്തിൽ ഇവൻ ബോംബെക്ക് പോയിട്ടുണ്ട് തുണി എടുക്കാൻ. അങ്ങനെ ബോംബെ ഏരിയയൊക്കെ നല്ല പരിചയമുണ്ട്. കുട്ടികൾ പോകുന്നതിന് മുമ്പ് ഇവനെ വിളിച്ചിരിക്കുന്നു മൊബൈൽ ഫോണിൽ. അത് പോലീസ് കണ്ടെത്തി. ഏതായാലും റഹീമിനെ ബന്ധപ്പെട്ടു. അയാൾ ബോംബെയിലുള്ള നേത്രാവതി എക്സ്പ്രസ്സിൽ തന്നെ അയാൾ യാത്ര ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അയാളുടെ കടയുടെ മുതലാളി അയാളെ വിളിച്ചു. അപ്പോൾ കുട്ടികൾ 2 പേരെ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടെന്നാണ് ഇയാൾ പറയുന്നത്. അതിൽ മൈനർ കുട്ടികൾ 2 പേരും ബോംബെക്ക് പോവാണ്. ആ ബോംബെ മലയാളി അസോസിയേഷന് ഇവരെ ട്രാക്ക് ചെയ്യാൻ അന്നേരം പറ്റിയില്ല. എങ്കിലും പനവേൽ അവർ ഇറങ്ങിയ ശേഷം അവിടെ ഒരു മലയാളി ലേഡി നടത്തുന്ന ഒരു ബ്യൂട്ടി പാർലറിൽ കുട്ടികളെത്തി. മഞ്ചേരിയിലുള്ള അല്ലെങ്കിൽ പാനൂരിലുള്ള ഈ കുട്ടികൾക്ക് ആ ബ്യൂട്ടി പാർലർ എങ്ങനെ മനസ്സിലായെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതിനൊരാളുടെ സഹായം വേണം. മലയാളി നടത്തുന്ന ആ ബ്യൂട്ടി പാർലറിൽ കയറി 5000 രൂപയ്ക്ക് 2 പേരും കൂടെ മുടി വെട്ടി വൃത്തിയാക്കി മുഖച്ഛായ തന്നെ മാറ്റി. കണ്ടാൽ തിരിച്ചറിയത്തില്ല. മോഡേണായ 2 പെൺകുട്ടികളായി. ആ ബ്യൂട്ടി പാർലറിൻ്റെ ഉടമസ്ഥയെ പോലീസ് ബന്ധപ്പെട്ടു. അവിടെ വന്നു എന്ന് മനസ്സിലായി. അവിടെ ബ്യൂട്ടി പാർലറിൽ 2 പേരും മുടി വെട്ടുന്ന സമയം അവരെടുക്കുന്ന ഫോട്ടോ പോലീസിന് ലഭിച്ചു. ആ ബ്യൂട്ടി പാർലർ നടത്തുന്ന മലയാളി വളരെയധികം സഹകരിച്ചു. അവർ പറയുന്നത് കുട്ടികൾക്ക് ഒരു ഭാഷയും വശമില്ല, മലയാളം മാത്രമേ അറിയത്തുള്ളൂ, ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. എങ്ങനെയാണ് അവർക്ക് സംശയമായി. ഇവിടെ നാട് വിട്ടു പോയതാണ് എന്ന് അവർക്ക് അറിയില്ല. ബോംബെ തന്നെയുള്ള കുട്ടികളായിരിക്കും എന്ന് കരുതി. അവർ ഈ മലയാളി കുട്ടികളൊന്നും ഭാഷ വശമില്ലാത്തതുകൊണ്ട് അവിടുത്തെ ആ ബ്യൂട്ടി പാർലറിലെ ജീവനക്കാർ അതിൻ്റെ ഉടമസ്ഥയെ വിളിച്ചു. അവർ കുട്ടികളുമായിട്ട് മൊബൈൽ ഫോണിൽ സംസാരിച്ചു. എങ്ങനെയാണ് വെട്ടേണ്ടത്, എന്താണ് വെട്ടേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിച്ചു. അതോടൊപ്പം തന്നെ അത് എന്തിനാ വന്നത്, ബോംബെയിൽ എവിടെയുള്ള ആൾക്കാരാണ് എന്നും ചോദിച്ചു. മഞ്ചേരിയിലുള്ളതാണെന്ന് പറഞ്ഞു. ബോംബെ ഒരു കല്യാണത്തിന് വന്നെന്നാണ് കുട്ടികൾ പറയുന്നത്. അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മുടിയൊക്കെ വിട്ട് പൈസ കൊടുത്തപ്പം ആ പണം അവരുടെ കയ്യിൽ 500 നോട്ടുകൾ ഉൾപ്പെടെ ധാരാളം പൈസ കയ്യിൽ ഇരിപ്പുണ്ട് എന്ന് ആ ലേഡി പറഞ്ഞു. വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവരുടെ കയ്യിൽ 2 പേരുടെയും പണമില്ല. പിന്നെ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ പണം വന്നു ചേർന്നത്? മഞ്ചേരിയിലെ കടയിൽ നിൽക്കുന്ന റഹീമിനെ തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. റഹീം അസ്ലാം എന്ന 23-കാരനാണ് ഈ കുട്ടികളെ കൊണ്ടുപോയെന്നാണ് ഞാൻ കരുതുന്നത്. അയാൾക്ക് ബോംബെ പരിചയമുണ്ട്. കുട്ടികളായിട്ട് ബോംബെയിൽ കൊണ്ടുപോയി. കുട്ടികളെ കൊണ്ടുപോയത് എന്തിനാണെന്നുള്ള അയാളെ ചോദ്യം ചെയ്തെങ്കിലേ പറയാൻ ഒക്കുള്ളൂ. അയാൾ പറയുന്നത് അയാൾ ട്രെയിനിൽ വെച്ച് കുട്ടികളെ പരിചയപ്പെട്ടാണ് എന്നാണ് അയാളുടെ വാദഗതികൾ. അത് നമുക്ക് അത്ര വിശ്വസിക്കാൻ കഴിയില്ല. കുട്ടികളുടെ കയ്യിൽ പണമൊന്നുമില്ല എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. ബോംബെ വെച്ച് എങ്ങനെയാണ് 500 നോട്ട് ഇത്രയധികം കുട്ടികളുടെ കയ്യിൽ കണ്ടത്? എന്തായാലും ആ മോതിരം ഒരെണ്ണം ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു സ്വർണ്ണമോതിരം ഉണ്ടായിരുന്നു എന്ന് അതിൻ്റെ പിതാവ് പറയുന്നുണ്ട്. അപ്പോൾ അത് വിറ്റിരിക്കുന്നു. അത് വിൽക്കണമെങ്കിൽ കുട്ടികൾ കൊണ്ടുപോയി കൊടുത്താൽ ചിലപ്പം ചില കടക്കാർ വാങ്ങിക്കില്ല. റഹീമിൻ്റെ സഹായം ഇക്കാര്യത്തിലുണ്ടാവും. അരപ്പാവം വിറ്റ് കഴിഞ്ഞപ്പം തന്നെ എങ്ങനെയായാലും 10-30,000 രൂപ കുട്ടികളുടെ കൈ വന്നിട്ടുണ്ട്. പോലീസ് അവരെ പിന്തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ആ ബ്യൂട്ടി പാർലറിൽ നിന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. മലയാളി അസോസിയേഷൻ ബ്യൂട്ടി പാർലറിലൊക്കെ ചെന്ന് തപ്പി കിട്ടിയില്ല. പിന്നീട് ബോംബെയിലെ അതോ ലോകത്തോട്ട് പോയോ എങ്ങോട്ട് പോയോ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയോ എന്നുള്ള ആ പ്രയാസത്തിൽ വീട്ടുകാരിരുന്നു. പോലീസും അപ്രകാരം തന്നെ. ഏതായാലും ഇവിടുന്ന്
പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബോംബെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ. മലയാളി അസോസിയേഷനും കൂടെയുണ്ട്. എന്തായാലും രാത്രി 1:40 ഇവർ ഒരു പുതിയ സിം വാങ്ങിച്ച് മൊബൈൽ ഫോണിൽ ഇട്ടിരിക്കുന്നു. അത് പോലീസ് ലൊക്കേറ്റ് ചെയ്തു. അന്നേരം പോലീസിന് മനസ്സിലായി ബോംബെ നിന്നും തിരിച്ച് എഗ്മൂറിലേക്ക്, ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനിലാണ്. ഏതായാലും അത് പോലീസ് കണ്ടെത്തി. അത് പുതിയ സിം അവർ മൊബൈലിൽ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പോലീസിന് അത് മനസ്സിലായത്. അതുകൊണ്ട് കുട്ടികളെ ലൊക്കേറ്റ് ചെയ്തു. ട്രെയിൻ യാത്രയാണ്, എഗ്മൂറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബോംബെയിൽ നിന്ന് മടങ്ങി ചെന്നൈക്ക് പോവുകയാണ്. എന്തായാലും പോലീസ് റെയിൽവേ പോലീസിനെ അറിയിച്ചു. പൂനെയിൽ വെച്ച് ഇൻസർട്ട് ചെയ്തു. പോലീസ് അവരുടെ യാത്ര മുടക്കി. അവരെ രണ്ടുപേരും ആ പൂനെ പോലീസിൻ്റെ കയ്യിലായി. ഏതായാലും കുട്ടികൾ സുരക്ഷിതമായി പൂനെ പോലീസിൽ അവിടെ കൈവശമുണ്ട്. ബോംബെയിൽ നിന്ന് തീർച്ചയായിട്ടും പൂനെ വരെ ആ മഞ്ചേരി പോലീസ് എത്തണം. കുട്ടികളെ തിരിച്ച് കേരളത്തിൽ കൊണ്ടുവരാം എന്നാണ് കരുതുന്നത്. എന്തായാലും ആശങ്കകൾ അപ്രത്യക്ഷമായി. കുട്ടികളെ ട്രാക്ക് ചെയ്ത് കുട്ടികൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വന്നു. 16-17 വയസ്സുള്ള കുട്ടികളാണെന്ന് വിചാരിച്ചോണം. ബോംബെയിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ, അവിടുന്ന് തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ജീവിതം തന്നെ അസ്തമിക്കും. അവർ അധോലോകത്തേക്ക് പോകും. നമുക്കറിയാം ബോംബെയിലെ പെൺകുട്ടികൾക്ക് എവിടെ ആ തെരുവുകളിൽ പല ആൾക്കാർ ഇതുപോലെ നിന്ന് ചാടി, അബദ്ധത്തിൽ ചാടി ഇപ്പം ആ തെരുവിൽ ജീവിക്കുന്നത് നമുക്കറിയാം. ഏതായാലും 2 കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചു. മലയാളി അസോസിയേഷൻ മാത്രമല്ല, മലയാളികളെല്ലാം ഒത്തൊരുമിച്ച് പ്രയത്നിച്ചതിൻ്റെ ഫലം കൊണ്ട് തന്നെയാണ് 2 കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഏതായാലും മഞ്ചേരി പോലീസ് പൂനെയിലെത്തി. അവർ ഈ കുട്ടികളുമായിട്ട് കേരളത്തിലേക്ക് മടങ്ങും. എന്തായാലും ലോനാവാല റെയിൽവേ സ്റ്റേഷനിലാണ് ഇവർ ചെന്ന് ഇറങ്ങിയത് എന്നും പറയുന്നുണ്ട്. ഏതായാലും അവിടുന്ന് അവർ ബോംബെ എഗ്മൂർ ട്രെയിനിൽ കയറി അവർ ചെന്നൈക്ക് പോകുന്ന എന്ത് ഉദ്ദേശത്തിലാണ്. ബോംബെയിൽ ഈ റഹീം അവരെ തഴഞ്ഞത് കൊണ്ടാണോ? റഹീം എന്തായാലും മാറിക്കളഞ്ഞു. അയാളുടെ മൊബൈൽ ഇപ്പോൾ ഓഫാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അയാൾക്കിനകത്ത് നല്ലൊരു റോളുണ്ട്. ആ മോതിരം വിറ്റുകൊടുത്ത അയാൾ തന്നെ ഈ കുട്ടികളെ ഇവിടുന്ന് വലിച്ചുകൊണ്ട് പോയതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.